ഓരോ ഭാഗത്തുനിന്ന് ഓരോ സാക്ഷികൾ മുമ്പോട്ട് വരാൻ. ഇന്ന് ഞായറാഴ്ചയാണ്. പകർന്നുകൊണ്ടുള്ള എല്ലാവരും പ്രത്യേകതയേറി ഈ പള്ളിയിൽ ആത്മാർത്ഥമായി സ്വീകരിക്കുക. വിവാഹത്തിന് ശേഷം സാധുവാനിലേക്കുള്ള ഒരു സംഭാവന സ്വീകരിക്കുന്നുണ്ട്. എല്ലാവരും വളരെ കാര്യമാണ് അത് സംഭാവന നൽകേണ്ടത്. നമ്മുടെ യുവാക്കളുടെ കടന്നു വരുന്ന മാതൃമാരിലേക്ക് പ്രത്യേകിച്ച് സ്വാഗതം ആശംസിക്കുന്നു. നമുക്ക് ഭംഗിയായി ബിബി ബിനിജ, ഇവിടെ പ്രിയപ്പെട്ട മാതാപിതാക്കന്മാരെ, സഹോദരങ്ങളെ, കർത്താവിൻ്റെ സന്നിധിയിലെ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന ബിബിനെയും ബിനിനെയും ഒന്ന് ചേർന്ന് നമുക്ക് ഈ ബിനിയുടെ വികാസത്തോടും വിലാസത്തോടും ചേർത്ത് സമർപ്പിക്കാം. ഇവരാരംഭിക്കുന്ന കുടുംബജീവിതം ദൈവാനുഗ്രഹ സഫലമാകട്ടെ എന്ന് ബിനിയിൽ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. Holy
നിരന്തരം ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാര്യങ്ങൾ ഞങ്ങളെ സഹായിക്കും.
കനിയണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും. എപ്പോഴും എല്ലാവരും വേണ്ടി യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പിതാവായ ദൈവത്തിന് കൃതജ്ഞത അർപ്പിക്കുകയും ക്രിസ്തുവിനോടുള്ള ബഹുമാനത്തെ പ്രതി നിങ്ങൾ പരസ്പരവും വിധേയരായിരിക്കുകയും ഭർത്താവ് ഭാര്യയുടെ ശിരസ്സാണ്, ക്രിസ്തു തന്നെയാണ് ശരീരത്തിന്റെ രക്ഷകനും. സഭ ക്രിസ്തുവിന് വിധേയമായിരിക്കുന്നത് പോലെ ഭാര്യമാർ എല്ലാ കാര്യങ്ങളിലും ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കണം. ഭർത്താക്കന്മാരെ ക്രിസ്തു സഭയെ സ്നേഹിക്കുകയും അവിടെ വിശുദ്ധീകരിക്കാൻ വേണ്ടി തന്നെ സമർപ്പിക്കുകയും ചെയ്തതുപോലെ നിങ്ങൾ ഭാര്യമാരെ സ്നേഹിക്കണം. അവൻ സഭയെ വിശുദ്ധീകരിക്കുന്നതിന് ജലം കൊണ്ട് കഴുകി വചനത്താൽ രമ്യമുള്ളതാക്കി. ഇത് അവിടെ കരയോ ചുളിയോ മറ്റു കുറവുകളോ ഇല്ലാത്ത മഹത്വപൂർണ്ണയായി തന്നെ പ്രതിഷ്ഠിക്കുന്നതിനും അവൾ കളങ്കരഹിതയും പരിശുദ്ധയുമായിരിക്കുന്നതിന് വേണ്ടിയാണ്. അതുപോലെ തന്നെ ഭർത്താക്കന്മാർ ഭാര്യമാരെ സ്വന്തം ശരീരത്തെ എന്ന പോലെ സ്നേഹിക്കണം. ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെ തന്നെയാണ് സ്നേഹിക്കുന്നത്. ആരും ഒരിക്കലും സ്വന്തം ശരീരത്തെ വെറുക്കുന്നില്ലല്ലോ. ക്രിസ്തു സഭയെ എന്ന പോലെ അവൻ അതിനെ പരിപോഷിപ്പിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നു. എന്നാൽ നാം അവന്റെ ശരീരത്തിന്റെ അവയവങ്ങളാണ്. ഈ കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേരും, അവർ രണ്ടുപേരും ഒന്നാവുകയും ചെയ്യും. ഇത് ഒരു വലിയ രഹസ്യമാണ്. സഭയോടും ക്രിസ്തുവിനോടും ബന്ധപ്പെടുത്തിയാണ് ഞാനിത് പറയുന്നത്. ചുരുക്കത്തിൽ നിങ്ങൾ ഓരോ വ്യക്തിയെയും തന്നെ പോലെ തന്നെ ഭാര്യയെ സ്നേഹിക്കണം. ഭാര്യയാകട്ടെ ഭർത്താവിനെ ബഹുമാനിക്കുകയും വേണം. കാനായിൽ ഒരു വിവാഹവിരുന്ന് നടന്നു. ഈശോയുടെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. ഈശോയും ശിഷ്യന്മാരും വിവാഹവിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. അവിടെ വീഞ്ഞ് തീർന്നു പോയപ്പോൾ ഈശോയുടെ അമ്മ അവരോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. ഈശോ അവരോട് പറഞ്ഞു, സ്ത്രീയെ, എനിക്ക് നിനക്ക് എന്ത്? എൻ്റെ സമയം ഇനിയുമായിട്ടില്ല. അവൻ്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നത് എന്തായാലും അത് ചെയ്യുകയും. യഹൂദരുടെ ശുദ്ധീകരണ കർമ്മത്തിനുള്ള വെള്ളം നിറയ്ക്കുന്ന 6 കൽഭരണികൾ അവിടെ ഉണ്ടായിരുന്നു. ഓരോന്നിനും 2-3 അളവ് കൊള്ളുമായിരുന്നു. ധരണികളിൽ വെള്ളം നിറയ്ക്കുമെന്ന് ഈശോ അവരോട് കൽപ്പിച്ചു. അവർ അതെല്ലാം വക്കോളം നിറച്ചു. ഇനി പകർന്ന്
കലവറക്കാരനോട് അടുത്ത് കൊണ്ടുചെന്ന് ചെല്ലുവിനെന്ന് അവൻ പറഞ്ഞു. അവർ അപ്രകാരം ചെയ്തു. വീഞ്ഞായി മാറിയ ആ വെള്ളം കലവറക്കാരൻ രുചിച്ചു നോക്കി. അത് എവിടെ നിന്നാണെന്ന് അവൻ അറിഞ്ഞില്ല. എന്നാൽ വെള്ളം കോരിയ പരിചാരകർ അറിഞ്ഞില്ല. കലവറക്കാരൻ മണവാളനെ വിളിച്ചു. അവൻ പറഞ്ഞു, എല്ലാവരും ഏറ്റവും വീഞ്ഞ് ആക്കി വിളമ്പുന്നു, അതിഥികൾക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്നു തരുന്നു. എന്നാൽ നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വെച്ചു. ഈശോയുടെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലയിലെ കാനായിൽ ചെയ്ത ഈ അത്ഭുതം. അവന്റെ ശിഷ്യന്മാർ അവനെ വിശ്വസിച്ചു. എത്രയും സ്നേഹിക്കപ്പെട്ട അഭിനവ നവദമ്പതിമാരായ ലിനിയ, അവരുടെ പ്രിയപ്പെട്ട മാതാപിതാക്കന്മാരെ, സഹോദരന്മാരെ, നമ്മളേറെ സന്തോഷിക്കുന്ന ഒരു ദിവസമാണെന്ന് നമുക്ക് പ്രിയപ്പെട്ട ലിനിലെയും കുടുംബജീവിതത്തിലേക്ക് നമ്മളെല്ലാവരെയും സാക്ഷിയാക്കി പ്രവേശിക്കുന്നു. നാം മാത്രമല്ല ഇവിടെ സന്തോഷിക്കുക, ഓരോ കുടുംബ